പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 സെപ്റ്റംബർ മാസം 4-ാം തീയതി ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന ആ വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങളെയൊക്കെ ഒന്ന് ഉയർത്തി അല്പസമയം കർത്താവിന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ അപ്പോൾ അങ്ങ് ഞങ്ങളെ കാത്തു പരിപാലിച്ചതിനായിട്ട് സ്തോത്രം, അത്ഭുതകരമായി സൂക്ഷിച്ചതിന് സ്തോത്രം, അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ചതിന് സ്തോത്രം, രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചതിന് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം അങ്ങയുടെ ചിറകിൻ്റെ മറവിൽ ഞങ്ങളെ സൂക്ഷിച്ച വൻകൃപയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ ആമേൻ ആമേൻ രാത്രിയിൽ നല്ല ഉറക്കം തന്നതിനായിട്ട് സ്തോത്രം. സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവ് ഞങ്ങളെ സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് നന്ദി കർത്താവേ. അങ്ങേക്ക് സ്തോത്രമപ്പ, അങ്ങേക്ക് സ്തോത്രമപ്പ, അങ്ങേക്ക് സ്തോത്രമപ്പ, അങ്ങേക്ക് സ്തോത്രമപ്പ, അങ്ങേക്ക് സ്തോത്രമപ്പ. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. കർത്താവേ അങ്ങേക്ക് സ്തോത്രം, കർത്താവേ അങ്ങേക്ക് സ്തോത്രം, കർത്താവേ അങ്ങേക്ക് സ്തോത്രം. അങ്ങെത്ര നല്ലവൻ, അങ്ങെത്ര വിശ്വസ്തൻ, അങ്ങെത്ര മതിയായവൻ. അങ്ങയുടെ സ്നേഹം ഓർക്കുമ്പോൾ നന്ദി, അങ്ങയുടെ കരുണയോർക്കുമ്പോൾ നന്ദി, അങ്ങയുടെ കൃപയോർക്കുമ്പോൾ നന്ദി. ഓരോ നാളും ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയോർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ ഫേവർ ഞങ്ങളെ ചുറ്റിയിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു ലോർഡ്. ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനക്കാരൻ 136-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, കർത്താവ് നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ഏകസ്വരത്തോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തു പരിപാലിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. രാത്രി ഞങ്ങൾക്ക് നൽകിയ നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അത്ഭുതകരമായ സൗഖ്യങ്ങൾ നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. പ്രത്യേകിച്ച് ആമേൻ തൊണ്ടയ്ക്ക് അസ്വസ്ഥതയുള്ളവർ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ ഗ്യാസ്ട്രിക് പ്രോബ്ലത്താൽ ഭാരപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അപ്പൻഡിക്സിൻ്റെ പ്രോബ്ലത്താൽ ഭാരപ്പെടുന്നവർ നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ നേർവ് റിലേറ്റഡ് ആയിട്ട് ബുദ്ധിമുട്ടുകളും ആമേൻ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ സൗഖ്യത്തെ റിലീസ് ചെയ്യുന്നു. എല്ലാ ഞരമ്പിനോടുള്ള ബന്ധത്തിൽ, സ്പൈനൽ കോഡിനോടുള്ള ബന്ധത്തിൽ, നെർവസ് സിസ്റ്റത്തോടുള്ള ബന്ധത്തിലുള്ള സകല രോഗങ്ങളും നസ്രയനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആരോഗ്യം പ്രാപിക്കട്ടെ. പൂർണ്ണ സ്വസ്ഥത ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് കർത്താവേ, BP ഷുഗറൊക്കെ കൂടി ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരുടെ ബ്ലഡ് ഷുഗർ നോർമലായി തീരട്ടെ, ബ്ലഡ് പ്രഷർ നോർമലായി തീരട്ടെ, ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ എഴുന്നേൽക്കട്ടെ, സമാധാനത്തോടെ അവർ ഭവനത്തിലേക്ക് പോകട്ടെ. അതുപോലെ കർത്താവേ, എല്ലാ അഡിക്ഷനുകളെയും ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. ഏതു വിധത്തിലുള്ള അഡിക്ഷനുകളാണെങ്കിലും നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അഡിക്ഷനുകളെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. തൻ്റെ കുഞ്ഞുങ്ങൾ സ്വതന്ത്രരാകട്ടെ. അതുപോലെ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തെമ്പാടും സുവിശേഷകന്മാർ ആമേൻ എഴുന്നേൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈകിട്ടത്തെ നമ്മുടെ മീറ്റിംഗ് ഏറ്റവും ബ്ലെസ്സഡ് മീറ്റിംഗ് ആയി മാറട്ടെ. മഹത്വം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന മീറ്റിംഗ് ആയി മാറട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി കാണുവാൻ ഇന്നത്തെ മീറ്റിങ്ങിൽ പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങൾക്ക് കൃപ തരുന്നതിന് സ്തോത്രം ചെയ്തു. അസാധാരണ വീര്യപ്രവൃത്തികൾ, ആമേൻ അസാധാരണ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, അസാധാരണ വചന വെളിപ്പാടുകൾ ഇന്ന് രാത്രി ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതിന് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവേ, എല്ലാവരുടെയും കുടുംബങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളും യേശുവിൻ്റെ രക്തത്താൽ മറയ്ക്കുന്നു. കുടുംബത്തിൽ സമാധാനമുണ്ടാകട്ടെ, സന്തോഷമുണ്ടാകട്ടെ, ദൈവിക സമൃദ്ധി ഉണ്ടാകട്ടെ. കർത്താവേ, അവരുടെ കുടുംബത്തിനത് പ്രാർത്ഥന ഉയരട്ടെ. അവർ ക്രിസ്തുവിൽ ബലപ്പെട്ട് മുന്നേറുവാൻ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മറക്കരുത്, ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം രാത്രി 9:30 നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കുന്നത്. മറക്കാതെ പങ്കെടുക്കണം. ഇത് ഫേവറിൻ്റെ മാസമാണ്. ഫേവറിൽ എങ്ങനെ ജീവിക്കാമെന്നൊക്കെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ മീറ്റിംഗ് നിങ്ങൾ മിസ് ചെയ്യരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടുകൂടെ നിങ്ങൾ പറയുക,
അതുമാത്രം പോരാ, പ്രത്യേകം ഇന്നത്തെ മീറ്റിങ്ങിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഈ 2-3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മളൊരു ഉണർവിലേക്ക് അങ്ങ് കയറും കേട്ടോ. മറക്കരുത് ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യം. 2, നിങ്ങൾ മറക്കരുത് മറ്റുള്ളവരെ നിങ്ങൾക്ക് മറ്റുള്ളവരോട് പറയാം. അത് ഒരു സുവിശേഷ പ്രവർത്തനമാണ്. നിങ്ങൾ ഒരാളെ കൂടെ ആ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ അവരിൽ സുവിശേഷം കേൾക്കുവാൻ ഇടവരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളും ഭാഗമായി മാറട്ടെ. സ്തോത്രം. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യം. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ ആത്മാവിൽ എഴുതി, ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിൻ്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു അതുകൊണ്ട് സംസാരിക്കുന്നു. ഈ മാസം ഫേവറിൻ്റെ മാസമാണ്. അപ്പം നമ്മളും വിശ്വസിക്കുന്നു യേശുക്രിസ്തുവിൽ ദൈവത്തിൻ്റെ ഫേവർ എൻ്റെ മേൽ വന്നിരിക്കുന്നു. അത് വിശ്വസിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യണം? അത് തന്നെ സംസാരിക്കണം. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ കൈകളെ ഉയർത്തിയിട്ട് പറയണം, ദൈവത്തിൻ്റെ ഫേവർ എൻ്റെ മേലുണ്ട്. ഹല്ലേലൂയ, ആമേൻ. കർത്താവിൻ്റെ ഫേവർ എന്നെ അത്ഭുതമാക്കി മാറ്റും. കർത്താവിൻ്റെ ഫേവർ എന്നെ ഉയർത്തും. കർത്താവിൻ്റെ ഫേവർ എൻ്റെ മുമ്പിൽ വാതിലുകളെ തുറക്കും. ഇതൊക്കെ ആര് പറയണം? നമ്മൾ പറയണം. നമ്മൾ പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ ആ ഫേവറിൻ്റെ മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാകും. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ അമേൻ നമുക്ക് നമ്മുടെ ഏത് നെഗറ്റീവ് സാഹചര്യങ്ങളിലും നമുക്ക് ദൈവത്തിൻ്റെ വചനം പറയുവാനും അവിടെ പോസിറ്റീവായ കാര്യങ്ങൾ പറഞ്ഞ് ആ സാഹചര്യത്തെ മാറ്റുവാൻ നമുക്ക് കർത്താവ് വേണ്ടുന്നതായ അധികാരം തന്നിട്ടുണ്ട്. റോമാലേഖനം 10-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ടേറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ ഉയർപ്പിച്ചത് ഹൃദയം കൊണ്ട് വിശ്വസിക്കും. അപ്പോൾ അവിടെ കൊണ്ട് നമ്മുടെ വിശ്വാസം ഏറ്റുപറയുന്ന ആ കാര്യം നമ്മളെ ഓർപ്പിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറയുന്നു, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു. ഇവിടെ 3 പ്രാവശ്യമാണ് യേശു കർത്താവ് പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞത്. അതായത് നിങ്ങൾ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടി പോക എന്ന് പറഞ്ഞാൽ, അപ്പം 2ാമത്തെ കാര്യം പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. അപ്പം 3 പ്രാവശ്യം അവിടെ പറയുക. നമ്മൾ പറയണമെന്ന്. അപ്പോൾ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കൊണ്ട് നമ്മൾ പറയുകയും ചെയ്യണം. അവിടെയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. വിശ്വാസമുണ്ട്, എൻ്റെ മേൽ ദൈവത്തിൻ്റെ ഫേവർ വന്നു, ഞാനത് വിശ്വാസത്താൽ പറയുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ തുടങ്ങും. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയണം. ദൈവം ഇരുട്ടിനെ കണ്ടിട്ട് എന്നാ പറഞ്ഞേ? ഇരുട്ടാന്നാണ് പറഞ്ഞത് ഉൽപ്പത്തി പുസ്തകത്തിൽ. അല്ല, അവിടെ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അമേൻ. യേശു കൊടുങ്കാറ്റിനോട് സംസാരിക്കാൻ പറഞ്ഞു. കാറ്റേ നീ ശാന്തമാകാൻ പറഞ്ഞു. അത്തിമരത്തോട് പറഞ്ഞു, നീ ഇനി ഫലം തരണ്ട, അതിനെ ഉണങ്ങിപ്പോയി. കർത്താവ് ഭൂതങ്ങളോട് സംസാരിച്ചപ്പോൾ ഭൂതങ്ങൾ വിട്ടുപോയി. രോഗികളോട് സംസാരിച്ചപ്പോൾ അവർ സൗഖ്യം പ്രാപിച്ചു. മരിച്ചവരോട് സംസാരിച്ചപ്പോൾ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് വന്നു. താങ്ക് യു ലോർഡ്. നമ്മുടെ ഉള്ളിൽ അതേ ആത്മാവിനെ കർത്താവ് തന്നിരിക്കുക. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും നമുക്ക് തോന്നുക അവിടെ ഒരു ഇരുട്ടിൻ്റെ അല്ലെങ്കിൽ പൈശാചിക പ്രവൃത്തി നടക്കുന്നു, അല്ലെങ്കിൽ അവിടെ നമുക്ക് നെഗറ്റീവായ ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നു. നമ്മുടെ ജീവിതത്തിൽ നേരെ കൊടുങ്കാറ്റുകൾ അടിക്കുന്നു. പ്രശ്നങ്ങളെ നോക്കി നിരാശപ്പെട്ട് അതിനകത്ത് വീണു പോകാതെ, ഒരു സാഹചര്യത്തിലും തളർന്നു പോകാതെ, എന്ത് നമ്മൾ കാണണം എന്ന് ആഗ്രഹിക്കുന്നോ അതിനെ നമ്മൾ വിളിക്കുക. അത് നമ്മൾ വിശ്വാസത്താൽ പ്രഖ്യാപിക്കുക. ധൈര്യമായിട്ട് പറഞ്ഞു, കർത്താവ് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയുമാണ്, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ ശൈലവുമാകുന്നു. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊരു മുട്ടുമുണ്ടാകത്തില്ല. അവൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എൻ്റെ ദൈവമോ എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെയും തൻ്റെ മഹത്വത്തിന് ധനത്തിനൊത്തവണ് ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഹല്ലേലൂയ. ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും. ഇതൊക്കെ നമ്മുടെ നാവിൽ നിന്ന് നമ്മൾ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കണം. ആരെങ്കിലും താഴ്ത്തുന്നു പറയുമ്പോൾ നമ്മൾ പറയണം, ഉയർച്ച എന്ന് നിരന്തരമായി പറയുക കേട്ടോ. വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുക, ഫേവറിൽ ജീവിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ അത്ഭുതമായി മാറും. We are blessed. We are really blessed. We are permanently blessed and highly favored. God bless you. Favor is upon me. Favor is upon me. എല്ലാവരും പറഞ്ഞാണ്ട് ആ ദൈവത്തിൻ്റെ ഫേവർ എൻ്റെ മേലുണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വൈകിട്ടത്തെ മീറ്റിങ്ങിൽ മിസ് ചെയ്യരുത് കേട്ടോ. God bless you.